മലരിക്കൽ സീസണായെന്നുള്ള ഇൻസ്റ്റഗ്രാമിലെ റീലൊക്കെ കണ്ട് ഇറങ്ങി പുറപ്പെട്ടതാട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അടുപ്പിച്ച് ഇവിടെ വരാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ സീസണിലും അതിന് മുന്നത്തെ സീസണിലൊക്കെ വന്നവർക്കറിയാം, ഈ ഒരു ഭാഗത്തൊക്കെ നിറച്ച് പൂക്കളും തോണിക്കാരും കച്ചവടക്കാരൊക്കെ ആയിരുന്നു. പക്ഷെ ഈ ഭാഗത്തൊന്നും പൂക്കളായിട്ടില്ല. കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒരു അമ്പലം കാണാം. ആ ഭാഗത്ത് നിന്ന് കുറച്ചുള്ളിലേക്ക് കയറുമ്പോൾ മാത്രമാണ് ഒരുപാട് പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ വിരിഞ്ഞ് തുടങ്ങാൻ സമയമാവണതേ ഉള്ളൂ. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സ്ഥലമാണ് ഈ ഒരു സീസൺ ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, ഇത്തവണ ഒരുപാട് മിസ്റ്റേക്ക് എനിക്ക് തോന്നി. കഴിഞ്ഞ തവണത്തെ പോലെ കഴിഞ്ഞ എല്ലാ തവണയും വന്നപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത്തവണ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടായില്ല. എന്തായാലും നമ്മൾ ഈ ഒരു ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ കുറച്ച് വണ്ടികളൊക്കെ കണ്ടു തുടങ്ങി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെ, ഈ ഒരു ഭാഗത്ത് ആണ് നമ്മുടെ തോണിക്കാരൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഉള്ളിലേക്കുള്ള ഭാഗത്തേക്കാണ് ഇഷ്ടംപോലെ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ തവണ വന്നപ്പോൾ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട തോണിയിലൊക്കെ കയറി പോവായിരുന്നു. പക്ഷേ ഇത്തവണ അതെ, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ഏത് തോണി പോകണം, ആരൊക്കെ ഏത് തോണി കയറണം. അപ്പോൾ നമ്മുടെ കൂടെ വന്നവർ നമ്മുടെ തോണി തന്നെ ഉണ്ടെന്ന് നമ്മൾ ഒന്നും കൂടെ കയറിയിട്ട് ഉറപ്പിക്കണം. കാരണം ഇവർ ഭയങ്കര ഫൈറ്റാണ്. അവിടെ എന്തൊക്കെയോ ഏത് തോണി ആദ്യം പോകണം അങ്ങനെയുള്ള രീതിയിലൊക്കെ എന്തൊക്കെയോ അവിടെ കിടന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര നെർവസായിട്ട് നിൽക്കാം കേട്ടോ. കയറണോ, ഇനി ഇവർ വഴുക്ക് വിടണം നമുക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവരെന്താ പറയുന്നതെന്നുള്ളത്. അപ്പോൾ എല്ലാവരും തോണി കയറിയിട്ട് ഇങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്, എന്താ ഇവിടെ നടക്കണേന്നുള്ള അർത്ഥത്തിൽ. കഴിഞ്ഞ സീസണിൽ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം, നമുക്ക് ഇഷ്ടപ്പെട്ട തോണിക്കാരെയൊക്കെ തിരഞ്ഞെടുത്ത് പോകാൻ പറ്റുമായിരുന്നു. ഇപ്പം ഇത് സീസൺ തുടങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു പ്രശ്നം ആയിട്ട് തോന്നി. നമുക്ക് നല്ലൊരു തോണിക്കാരനെ കിട്ടിയാൽ നമ്മുടെ ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി. അതുമാത്രമല്ല, കഴിഞ്ഞ തവണ 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ വഞ്ചിക്ക് 1000 രൂപയാണ്. അപ്പോൾ എത്രത്തോളം ഇതിനകത്ത് ആളെ കയറ്റണം നമുക്ക് അത്രത്തോളം ലാഭമാണ്. പക്ഷെ ആളെ കയറ്റുമ്പോൾ ഈ വഞ്ചി ആയാലും നേരെ തുഴഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ വഞ്ചി ഭയങ്കര ഷെയ്ക്കായിരിക്കും. അതുമാത്രമല്ല, നമുക്ക് നേരെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് വീഡിയോസ് എടുക്കണമെന്നുള്ളത് കൊണ്ട് നമ്മൾ 3 പേര് ഒരു വഞ്ചി കയറാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവർ തന്നെ വേറെ ആൾക്കാരിനകത്ത് കയറ്റിയിട്ട്, അപ്പോൾ ഇതേപോലത്തെ ഒരു വഞ്ചിയിലാണ് നമ്മൾ കയറിയത്. അപ്പോൾ ഇതിനകത്ത് ആളുകൾ കൂടുതൽ കയറുമ്പോൾ നമ്മളൊന്ന് അനങ്ങിയ വഞ്ചി അപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഷെയ്ക്കാവും, നമുക്ക് പേടിയാവും. അത് മാത്രമല്ല, നമ്മൾ കയറിയ വഞ്ചിയിലെ നമ്മുടെ വഞ്ചി ഇങ്ങനെ പോക്കി തന്നെ അവരുടെ കയ്യിലുള്ള ഒരു കോലുണ്ടല്ലോ, അത് വെച്ചിട്ടാണല്ലോ ഇങ്ങനെ തുഴയുന്നത്. പങ്കായമല്ല, ഒരു നീളത്തിലുള്ള ഒരു കോല്, അത് അയാളുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. അപ്പോൾ ആ സാധനം പോയെങ്കിൽ അത് എടുത്താൽ മതി, പക്ഷെ അതും ചെയ്യണില്ല. പോണ വഴിക്കൊക്കെ എല്ലാ വഞ്ചിക്കാരോടും ആ ഒരു കോല് പോയി എന്നുള്ള കാര്യം ഇങ്ങനെ അറിയിക്കുന്നുണ്ട് കേട്ടോ, വിളിച്ച് പറയുന്നുണ്ട് ആള്. ശരിക്കും ആ ഒരു കോല് പോയപ്പോൾ തന്നെ നമ്മുടെ സൈഡിൽ കൂടെ വലിയ വഞ്ചികളൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വഞ്ചി കിടന്ന് ഭയങ്കരമായിട്ട് ഷെയ്ക്കാവും ആ ഒരു കോലില്ലാന്നുണ്ടെങ്കിൽ. ഇപ്പം മറിയും എന്നുള്ള രീതിയിൽ ശ്വാസം പിടിച്ചിട്ടാണ് നമ്മൾ ആ ഒരു വഞ്ചിയിൽ ഇരിക്കുന്നത് തന്നെ. ഓൾറെഡി ഈ വഞ്ചിയിലിപ്പോൾ 5 പേരോളം ഉണ്ട്. അതൊരു കുഞ്ഞു വഞ്ചിയാണ്. അപ്പം ഭയങ്കര പേടിച്ചിട്ടാട്ടോ നമ്മൾ, അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതേ ഉള്ളിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറേ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ വരുന്ന വഴിക്കൊക്കെ വിരിയണമെങ്കിൽ ഇനി സമയവും 1 മാസത്തോളമെങ്കിലും എടുക്കുമെന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ശരിക്കും സീസൺ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ പൂക്കളൊന്നും നമ്മൾ കഴിഞ്ഞ തവണത്തെ പോലെ അങ്ങനെ ആയി വന്നിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ വന്നാൽ മതി. അപ്പോഴാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡർ ആവുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോൾ ആകെ എന്തോ പോലെയാണ് ഇവിടെ വന്നിട്ട്. എനിക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇനി ഇങ്ങോട്ട് വരണ്ടാന്നുള്ള രീതിയിലുള്ള അനുഭവം തോന്നിപ്പോയത്. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഞാൻ ഇതിന് മുന്നത്തെ തവണയൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വഞ്ചി വേറെ സ്ഥലത്തേക്ക് പോവാണ്, നമ്മുടെ സൈഡിൽ കൂടെ വേറെ വഞ്ചി വന്നിട്ടാണ്. പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റുന്നില്ല, കാരണം ഞാൻ പേടിച്ചിരിക്കുന്നത് ഇപ്പം അറിയുന്നുള്ള രീതിയിലാണ് ഞാനും ഇരിക്കണത്. നമ്മൾ വീണതിനേക്കാൾ കൂടുതൽ ഇവിടെ വലിയ ആഴമൊന്നുമില്ല, വീണ് കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ക്യാമറ, ഫോൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ടെൻഷൻ. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അവർ ആ മോട്ടർ വെച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് പോകും. പക്ഷേ മറ്റേ ഒരിത്തിരി ആമ്പലൊക്കെ കിടക്കുന്ന സ്ഥലത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ആ ഒരു കോലില്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ചേട്ടൻ എല്ലാ വഞ്ചിക്കാരോടും പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഇത് പോയി എന്നുള്ള രീതിയിൽ. കാരണം ആൾക്കിനി ഇത് തിരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കോല തന്നെ വേണം. ലാസ്റ്റ് ഈ ഒരു വഞ്ചിക്കാരനാണ് നമുക്ക് ആ കോലല്ല അപ്പോഴും തന്നെ, ആ പങ്കായാണ് നമുക്ക് തന്നത്.
കാരണം നമ്മുടെ തോണിക്കാരൻ ഇങ്ങനെ പറ്റി. അപ്പോൾ മറ്റുള്ള തോണിക്കാർ അവരുടെ സാധനം കൂടെ തന്ന് അവരുടെ വഞ്ചിയിലുള്ളവർ അവർക്ക് സേഫായിട്ട് അവിടെ എത്തിക്കണമല്ലോ. അപ്പോൾ നമ്മൾ അതും നോക്കണം. നമ്മളെന്തായാലും പെട്ടു. അപ്പോൾ മറ്റുള്ളവരെങ്കിലും അവിടെ എത്തട്ടെ. എന്നാൽ ആ ചേട്ടൻ നമുക്ക് ആ ഒരു പങ്കായം നമ്മളെ വഞ്ചിക്കാരന് കൊടുത്തു കേട്ടോ. എന്നിട്ട് ആ ചേട്ടൻ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വഞ്ചിയിലെ മോട്ടർ സ്റ്റാർട്ടാവണില്ല. മറ്റേ വഞ്ചി പോയില്ലേ അങ്ങനെ കുറേ നേരത്തെ ശ്രമത്തിന് ശേഷം ആ മോട്ടർ സ്റ്റാർട്ടായി. ഞങ്ങൾ ലാസ്റ്റ് പറഞ്ഞു ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കരയ്ക്ക് എത്തിയാൽ മതിയെന്ന് ഈ ചേട്ടനോട് പറഞ്ഞു. മതിയെന്ന് പറഞ്ഞു ഞങ്ങൾ. ഞാൻ ആദ്യമായിട്ടൊന്നല്ല വഞ്ചി കയറുന്നത്. നമ്മുടെ നാട്ടിലും പുഴയും വഞ്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഇതിനകത്ത് കയറുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിന് മുന്നേ വന്നപ്പോഴൊന്നും എൻ്റെ മുന്നത്തെ വ്ളോഗൊക്കെ നോക്കിയാൽ അറിയാം ഈ മലരിക്കൽ. ഞാൻ 2-3 വീഡിയോ ഒക്കെ ഇതിന് മുന്നത്തെ വർഷത്ത് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് ഇത്രയും മോശമായൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. സത്യത്തിൽ ഇയാൾക്ക് ആ ഒരു കോല് പോയപ്പോൾ അത് എടുത്താൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഈ വഞ്ചിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുമ്പോൾ വഞ്ചിക്കാരോടൊന്ന് സംസാരിച്ചിട്ട് അല്ല, ഇത്തവണ ഇവിടെ വന്നപ്പോൾ നമുക്ക് സംസാരിക്കാനും സമയം കിട്ടിയില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റാണല്ലോ. അപ്പോൾ നമുക്കൊന്നും മിണ്ടാനോ നമുക്ക് ഇങ്ങനെ വഞ്ചി കയറുമ്പോൾ വീഡിയോ എടുക്കണം അതൊന്നും പറയാൻ നമുക്ക് സമയമേ ഇപ്പോൾ കിട്ടുന്നില്ല. പക്ഷെ പോണ വഴിക്കൊക്കെ ചേട്ടൻ നമ്മളെ വഞ്ചിക്ക് 1000 രൂപയാണെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മളത് കൊടുക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ തർക്കിക്കാനോ ഒന്നും നിന്നില്ല. ഈ ഒരു സ്ഥലത്തുനിന്ന് ജീവൻ കിട്ടിയത് തന്നെ ഭാഗ്യം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടുന്ന് പോകുന്നത്. കാരണം അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നിങ്ങൾ ഇപ്പോൾ വരണമെന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി. നിങ്ങളുടെ കയ്യിൽ ഡ്രോൺ പോലുള്ള നല്ല ക്യാമറകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നാലും നിങ്ങൾക്ക് നല്ല വിഷ്വൽസ് എടുക്കാം. കാരണം അങ്ങനെയുള്ള അത്രയും പൂക്കളിപ്പോൾ ആയിട്ടുള്ളൂ. കുറച്ചും കൂടെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലായാലും നല്ല അടിപൊളി വീഡിയോസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ളൊരു തോണിക്കാരനെ തിരഞ്ഞെടുക്കുക. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ കിട്ടിയ 2 ചേട്ടന്മാർ നല്ല അടിപൊളി ചേട്ടന്മാരായിരുന്നു. ഇതിപ്പോൾ നമ്മൾ പൈസയും കൊടുക്കണം. പക്ഷെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത്ര പേടിച്ചാണ് ഇരുന്നത്. അപ്പോൾ ഇനി വരുന്ന നിങ്ങളെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം തോണിയും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കാൻ. ഇവർ ഫൈറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ. അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സാവധാനം എടുത്താൽ മതി. പതുക്കെ കയറിയാലും കുഴപ്പമില്ല. നല്ല വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ല തോണിക്കാരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു യാത്ര പോയ ഡേറ്റ് ജൂൺ 15-നാണ്. അപ്പോൾ നിങ്ങൾ 1 മാസം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. എന്തായാലും പൂക്കളൊക്കെ ഉണ്ടാവും. മിക്ക സ്ഥലത്തൊക്കെ ചെടികളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു ട്രാവൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.